നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഗംഭീര വിജയം നേടിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരുന്ന പഴി അങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 2012 ശേഷം IPL ആദ്യ മത്സരം വിജയിച്ചിട്ടില്ല, അതും പറഞ്ഞുകൊണ്ടുള്ള കളിയാക്കലുകൾ, ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്ന ടാഗ് നമ്മൾ ഒരുപാടായിട്ട് കേൾക്കുന്നില്ലേ? ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മഹേള ജയവർദ്ധനെ പറഞ്ഞിരുന്നു, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു എലിഫൻ്റ് ഇൻ ദി റൂമാണ്, നമുക്ക് ആ ഹൂഡോ അങ്ങ് അവസാനിപ്പിക്കണമെന്ന്. അത് അവസാനിപ്പിച്ചു, അതും ഇൻ സ്റ്റൈൽ അവസാനിപ്പിച്ചു. 6 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം നേടുമ്പോൾ മറികടന്നത് 221 എന്ന ടാർഗറ്റാണ്. KKR അടിച്ച് 220 റൺസാണ്. മറുപടി ബാറ്റിങ്ങിൽ 19.1 ഓവറുകളിൽ 5 പന്തുകൾ ശേഷിക്കെ വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുമ്പോൾ ഇന്ന് വരെ 220 മുകളിൽ ഒരു സ്കോർ അവർക്ക് ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും മറികടന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് 7 അറ്റംപ്റ്റുകൾ നടത്തി, ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സക്സസ്ഫുള്ളി ചേസ് ചെയ്ത് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് സാധിച്ചെടുത്തിരിക്കുന്നു. സോ 2 പ്രശ്നങ്ങൾ അവിടെ തീർത്തിരിക്കുന്നു. 2 തടസ്സങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും തച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് പുതിയ സീസണിലേക്ക് MI എത്തുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. കളിയിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 220 റൺസാണ് അടിച്ചത്. ഗംഭീര ബാറ്റിംഗ് പ്രകടനമാണ് അജിങ്ക്യ രഹാനെയും അതുപോലെ രഘുവൻഷിയും ഒക്കെ നടത്തിയിട്ടുള്ളത്. റിങ്കു അവസാനം നല്ലൊരു ഫിനിഷിംഗ് ടച്ചും കൊടുത്തു. ഷാർദുൽ താക്കൂർ 39 റൺസിന് 3 വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച ബൗളിംഗ് പ്രകടനം മുംബൈക്ക് വേണ്ടി നടത്തി എന്നുള്ളതും കാണാതെ പോകരുത്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. മറുപടി ബാറ്റിങ്ങിൽ മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് കുതിച്ചെത്തുമ്പോൾ റയാൻ റിക്കിൾട്ടൻ്റെ 81 റൺസ്, രോഹിത് ശർമ്മയുടെ 78 റൺസ് പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനമാണ് അവർ പുറത്തെടുത്തത്. ഏതായാലും KKRൻ്റെ ബൗളിംഗ് പ്രശ്നമുണ്ട്. കാരണം പരിക്കും മറ്റുമൊക്കെ അവരെ വലച്ചിട്ടുണ്ട് എന്നറിയാമായിരുന്നു. അത് ശരിക്കങ്ങ് തെളിഞ്ഞു കണ്ട ഒരു കളി കൂടിയാണിത്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ നേരിടാനുണ്ട്. ഡിപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ബൗളിംഗ് ലൈനപ്പ്, ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ബൗളർമാർ, വൈഭവ് അറോറയും ബ്ലെസ്സിംഗ് മുസർബാനിയും ടൂത്ത്ലെസ് ആയിരുന്നു. അതുപോലെ വരുൺ ചക്രവർത്തി വേൾഡ് കപ്പിലെ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്, അതതിൻ്റെ പാരമ്പര്യത്തിലേക്ക് പോവുകയാണോ? ഇൻഎഫക്റ്റീവായിരുന്നു. സുനിൽ നാരായൺ ആ പഴയ സുനിൽ നാരായൺ അല്ല, അതിൻ്റെ നിഴൽ മാത്രമായിരുന്നു. അപ്പോൾ അതൊക്കെ ആയപ്പോൾ വളരെ അനായാസം ബാറ്റ് വീശി മുംബൈ ഇന്ത്യൻസിന് വിജയത്തിലേക്ക് പോവാനും പറ്റി. ഏതായാലും വാങ്കഡയിൽ പൊളിച്ചടുക്കിയ ബാറ്റിംഗ് നടത്തിയ കുറേ പേരുണ്ട്. അതിപ്പോൾ 2 ടീമിലുമുണ്ട്. അതാണ് 220 റൺസ് 4 വിക്കറ്റിന് അടിക്കുമ്പോൾ KKRനെ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പി ആയിരുന്നിരിക്കണം. അജിങ്ക്യ രഹാനെയുടെ പ്രകടനം ഒരുപക്ഷെ വാങ്കഡയിൽ അദ്ദേഹം ഇങ്ങനെ കളിക്കുമ്പോൾ സന്തോഷം പലർക്കും ഉണ്ടാകും. അതിമനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു. 40 പന്തിൽ 67 റൺസാണ് അദ്ദേഹം അടിച്ചത്. ദെൻ രഘുവൻഷി 29 പന്തിൽ 51 റൺസാണ് അടിച്ചത്. അപ്പോൾ KKR 220 റൺസിലേക്ക് എത്തുന്നതിൽ ഇവരുടെ പങ്ക് വലുതാണ്. അതോടൊപ്പം തന്നെ റിങ്കു സിംഗിൻ്റെ ഫൈനൽ ടച്ചും നമ്മൾ എടുത്ത് പറയണം. തുടക്കത്തിൽ KKRനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്കോർ നേടുക എന്നത് മാത്രമായിരുന്നു എന്തെങ്കിലും സാധ്യത അവർക്ക് തെളിയിച്ചെടുക്കാനുള്ള വഴി. കാരണം ബൗളിംഗ് ഡിപ്ലീറ്റഡ് ആണ് എന്നറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഫിൻ അലൻ, അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ്. ആ ഫോം IPLലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹവും അജിങ്ക്യ രഹാനെയും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് തുടക്കമാണ് കൊടുത്തത്. MIയുടെ ഡെബ്യൂട്ടൻ ബൗളർ അല്ല ഗസൻഫർക്ക് നന്നായിട്ട് അടി കൊടുക്കുന്ന കാഴ്ച. അതുപോലെ തന്നെ രഹാനെ ഹാർദിക്കിന് പിന്നാലെ പോയി, ഹാർദിക്കിനെ അടിക്കുന്നു, ബാക്ക് ടു ബാക്ക് സിക്സസ് അടിക്കുന്നു. ദെൻ അലന് സ്ട്രൈക്ക് കിട്ടുന്നു, 3 ഫോറുകൾ അടിക്കുന്നു. 26 റൺസാണ് ആ ഒരു ഓവറിൽ പിറക്കുന്നത്. അതോടുകൂടി 3.5 ഓവറുകളിൽ 50 കടന്ന് കുതിച്ചു KKR. ഒരു പക്ഷേ MIക്കെതിരെയുള്ള അവരുടെ IPLലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയാണ് അവിടെ പിറന്നത്. ദെൻ ഷാർദുൽ താക്കൂർ, MIക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമാണ്. അദ്ദേഹം മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തി അദ്ദേഹം മടക്കി വിട്ടു ഫിൻ അലനെ. എന്നാൽ മറുഭാഗത്ത് മികച്ച രൂപത്തിൽ അപ്പോഴും അജിങ്ക്യ രഹാനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അജിങ്ക്യ രഹാനെ മാത്രമല്ല, രഘുവൻഷിയുടെ ഒരു സംഭാവന കൂടി എടുത്തു പറയണം. രഘുവൻഷിയെ ഒരു ഘട്ടത്തിൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതാണ് രോഹിത് ശർമ്മ. അതിനുശേഷം
അദ്ദേഹം വലിയ രൂപത്തിൽ അറ്റാക്കിംഗ് മോഡിലേക്ക് മാറുന്ന കാഴ്ച. എന്തായാലും അതിനു മുമ്പ് കാമറൺ ഗ്രീന് വന്നുപോയി. 10 പന്തുകളാണ് നേരിട്ട് 18 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. KKR ആ ഒരു ഘട്ടത്തിൽ മികച്ച രൂപത്തിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിലും എവിടെയോ ചില പിഴവുകൾ വന്നു തുടങ്ങുന്നു എന്ന ഫീല് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ബൂംറയും ട്രെന്റ് ബോൾട്ടും താക്കൂറും ഒക്കെ മികച്ച രൂപത്തിൽ പന്തെറിയാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഒരു ക്രൂയിസിങ് എന്ന് കുറഞ്ഞു എന്ന് തോന്നി. പക്ഷേ രഘുവൻഷി ഒരു ഘട്ടത്തിൽ 14 പന്തിൽ നിന്ന് 17 എന്ന രൂപത്തിൽ നിന്നയാളാണ്. ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് പൊള്ളിച്ചടുക്കിയ ബാറ്റിങ്ങിലേക്ക് അദ്ദേഹം മാറുന്നു. അതോടൊപ്പം റിങ്കുവിൻ്റെ ഒരു സ്കോറിങ് കൂടി വന്നപ്പോഴാണ് ഈ രൂപത്തിൽ 220 എന്ന സ്കോറിലേക്ക് KKR പോകുന്നത്. അജിങ്ക്യ രഹാനെ 40 പന്തിൽ നിന്ന് 3 ഫോറും 5 സിക്സും അടക്കമാണ് 67 റൺസ് അടിച്ചതെങ്കിൽ ഫിൻ അലൻ 17 പന്തിൽ നിന്ന് 6 ഫോറും 2 സിക്സും അടക്കം 37 റൺസാണ് അടിച്ചിരുന്നത്. കാമറൺ ഗ്രീന് 10 പന്തുകളിൽ നിന്ന് 18 റൺസ് അടിച്ചപ്പോൾ അങ്കരീഷ് രഘുവൻഷി 29 പന്തുകൾ 6 ഫോറും 2 സിക്സും അടക്കം 51 റൺസ് അടിച്ചു. റിങ്കു 21 പന്തിൽ നിന്ന് 33 റൺസ് അടിച്ചു. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു ബൗളിംഗ്, ഷാർദുൽ താക്കൂറിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തി അദ്ദേഹം എറിഞ്ഞത് 4 ഓവറിൽ 39 റൺസിൽ 3 വിക്കറ്റ്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജസ്പ്രീത് ബുംറ പതിവ് പോലെ തൻ്റേതായിട്ടുള്ള ട്രേഡ് മികച്ച രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. 4 ഓവറിൽ 35 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 8.75 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി. കളിയിൽ മികച്ച ഇക്കണോമിയിൽ പന്തെറിഞ്ഞ താരം അദ്ദേഹമാണ്. അപ്പോൾ 221 വലിയ ഒരു സ്കോറാണ്. മറികടക്കേണ്ട ടാർഗറ്റ് 221 റൺസാണ്. അത് പക്ഷേ മികച്ച രൂപത്തിൽ ചേസ് ഡൗൺ ചെയ്യുന്ന മുംബൈ ഇന്ത്യൻസിനെയാണ് നമ്മൾ കണ്ടത്. വാങ്കഡയിൽ അവരുടെ ഹയസ്റ്റ് എവർ IPL ചേസ് അവരങ്ങ് നടത്തി. ഹിറ്റ്മാൻ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ കാലത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും. വാങ്കഡയിൽ നമ്മൾ പലവട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പൊളിച്ചെടുക്കുന്ന ഹിറ്റ്മാൻ അദ്ദേഹം അതേ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ടച്ചുകളുള്ള ഷോട്ടുകൾ കൊണ്ട് ആരാധകരുടെ കണ്ണ് തള്ളിച്ച പ്രകടനം. കണ്ണ് തള്ളിക്ക് മാത്രമല്ല, വായ തുറപ്പിച്ചു എന്നാണ് ഹാർദിക് പാണ്ഡ്യ കളിക്ക് ശേഷം പറഞ്ഞു. റോയിയുടെ ചില ഷോട്ടുകൾ കണ്ട് വാ തുറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ 8 പന്തിൽ നിന്ന് 12 റൺസ് എന്ന രൂപത്തിൽ നിന്നതാണ് ഹിറ്റ്മാൻ. പക്ഷേ അദ്ദേഹം ഫോമിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് റണ്ണൊടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റേത് മാത്രമായിട്ടുള്ള ശൈലിയിൽ കളി അദ്ദേഹം അങ്ങ് എടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച. വരുൺ ചക്രവർത്തിക്കെതിരെ ഈ ഒരു മത്സരത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ T20 സ്ട്രൈക്ക് റേറ്റ് 100 റൺസിന് താഴെയായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? വരുൺ ചക്രവർത്തി വന്ന ഓവറിൽ തന്നെ അടിയങ്ങ് കൊടുക്കുന്ന കാഴ്ചയും കണ്ടു. സോ പവർ പ്ലേ കഴിയുമ്പോഴേക്കും രോഹിത് 23 പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി കുറിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ IPL ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി അവിടെ പിറന്നു കഴിഞ്ഞിരുന്നു. MIക്ക് വേണ്ടിയിട്ട് ഹിസ് ഫാസ്റ്റസ്റ്റ് ഇൻ IPL ആൻഡ് MI's ചേസ് വാസ് ഓൺ കോഴ്സ് എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. മറുഭാഗത്ത് മികച്ച രൂപത്തിൽ റിക്കിൾട്ടനും കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച. ആദ്യത്തെ 6 ഓവറുകൾ, അതായത് പവർ പ്ലേ കഴിയുമ്പോഴേക്കും 80 റൺസിലേക്ക് അവരെത്തി. 8.1 ഓവറുകൾ അവർ 100 റൺസ് മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോയി. സോ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കവെയാണ് ആ ഒരു ക്യാച്ച്, അത് എടുത്തു പറയണം. രഘുവൻഷിയല്ല, അനുകൂൽ റോയ് പുറകോട്ട് ഓടിയെടുത്തിട്ടുള്ള ഒരു സ്റ്റണ്ണിങ് ക്യാച്ചായിരുന്നു. ആ ക്യാച്ചിലാണ് അദ്ദേഹം വീണു പോയത്. പക്ഷെ അപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ റിക്വയർഡ് റേറ്റ് 9 റൺസിന് താഴേക്ക് വന്നിരുന്നു. ഇന്നിങ്സ് ആരംഭിക്കുമ്പോൾ 11 റൺസിലുള്ളതാണ്. പക്ഷേ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് പിരിയുമ്പോഴേക്കും കാര്യങ്ങൾ അവർ വരുതിയിലാക്കി കഴിഞ്ഞു എന്നർത്ഥം. റിക്കിൾട്ടൻ്റെ കാര്യം പറയണം. അപ്പോൾ QDKയെ പുറത്തിരുത്തി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള QDKയെ പുറത്തിരുത്തി എന്തിന് റിക്കിൾട്ടനെ ഇറക്കി എന്ന് പല പ്രമുഖരും ചോദിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, തൻ്റെ മികവ് എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് കാണിച്ചിരുന്ന കാഴ്ച. ആദ്യത്തെ 1-2 ഓവറുകൾ അദ്ദേഹം പിച്ചിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു എന്ന് പറയേണ്ടി വരും. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫോമിലേക്ക് മാറിയതോടുകൂടി ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായിരുന്നില്ല. അറോറയെ ബാക്ക് ടു ബാക്ക് സിക്സസിന് പറത്തുന്നു. അങ്ങനെ അദ്ദേഹം കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വരുതിയിലാവുന്നു. മറുഭാഗത്ത് രോഹിത് കൂടി അടിച്ചു തുടങ്ങുന്നു. എന്നാൽ പവർ പ്ലേക്ക് ശേഷം സുനിൽ നാരായണൻ അടിച്ചുകൊണ്ട് കൃത്യമായിട്ട് റിക്കിൾട്ടൻ തൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കി. ആ ഒരു സ്ലോഗ് സ്വീപ്പ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ അടിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നു. ഏതായാലും 24 പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത്. അതോടുകൂടി കളി കൈവിട്ട് കഴിഞ്ഞിരുന്നു KKR എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദെൻ ഒടുവിൽ സെഞ്ചുറിയിലേക്ക് അദ്ദേഹം പോകുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് അനുകൂലിൻ്റെ ആ ബൗണ്ടറി ലൈനിൽ നിന്നുള്ള ത്രോ അദ്ദേഹത്തെ റണ്ണൗട്ടാക്കി കഴിഞ്ഞു. ബ്ലെസിംഗ് മുസറബാനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നും, അത് മനഃപൂർവ്വം ചെയ്തതല്ല, മുസറബാനിയെ റൗണ്ട് ചെയ്ത് വേണം ക്രീസിലേക്ക് എത്താനായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല.
അദ്ദേഹം റൺഔട്ടായിട്ട് മടങ്ങി, സെഞ്ചുറിയിലേക്ക് പോയില്ല. സൂര്യകുമാർ യാദവ് ഇമ്പാക്റ്റ് സബായിട്ട് വന്നു പോയി. പക്ഷേ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നുകൊണ്ട് MIയെ വിജയത്തോട് അടുപ്പിച്ചു. ഒടുവിൽ നമാൻഡിർ വിന്നിംഗ് റൺസ് അടിച്ചതോടുകൂടി MI ആ 14 വർഷത്തെ ഭൂതമുണ്ടല്ലോ, അതായത് ആദ്യ മത്സരം വിജയിക്കുന്നില്ല എന്നുള്ളത്, അതിനെ അങ്ങ് മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ റിയാൻ റിക്കിൾട്ടൺ 43 പന്തിൽ നിന്ന് 4 4ഉം 8 6ഉം അടക്കം 188.37 സ്ട്രൈക്ക് റേറ്റിലാണ് 81 റൺസ് അടിച്ചത്. രോഹിത് ശർമ്മ 38 പന്തുകൾ 6 4ഉം 6 6ഉം അത് തന്നെയുണ്ട് 60 റൺസ്, 78 റൺസ് അദ്ദേഹം 205.26 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു. സൂര്യ 8 പന്തുകളിൽ നിന്ന് 3 4 സഹായത്തോടെ 16 റൺസ് അടിച്ചപ്പോൾ തിലക് 14 പന്തിൽ നിന്ന് 4 4 സഹായത്തോടെ 20 റൺസ് അടിച്ചു. ഹാർദിക് പാണ്ഡ്യ 11 പന്തിൽ നിന്ന് 3 4 സഹായത്തോടെ 18 റൺസുമായിട്ട് പുറത്താകുന്നു. നമാൻഡിർ 2 പന്തിൽ നിന്ന് ഒരു 4 സഹായത്തോടെ 5 റൺസുമായിട്ടും പുറത്താകുന്നു. വിന്നിംഗ് റൺസ് അദ്ദേഹം അടിച്ചു. അങ്ങനെ കളി പൂർണ്ണമായിട്ടും മുംബൈ ഇന്ത്യൻസ് ആധിപത്യം പുലർത്തിക്കൊണ്ട് 5 പന്തുകൾ ശേഷിക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് എത്തി. ഇവിടെ മുംബൈ ഇന്ത്യൻസിന് അവരുടെ എല്ലാ ബോക്സുകളും ടിക്ക് ചെയ്തു എന്നുള്ള സന്തോഷമാണ്. ഈവൻ വിൽ ജാക്സ് ഇല്ലാതെ, മിന്നും ഫോമിലാണ് വിൽ ജാക്സ്, അതുപോലെ തന്നെ മിന്നും ഫോമിലുള്ള മിച്ചൽ സാന്നർ ഇല്ലാതെ ഈ ഒരു വിജയം നേടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ സന്തോഷമുണ്ടാകും. കാര്യങ്ങളെല്ലാം റൈറ്റ് ട്രാക്കിലാണ് എന്ന് തുടക്കത്തിലെ ഉള്ള സൂചന അവർക്ക് ലഭിക്കുന്നു. എന്നാൽ KKRനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. ബാറ്റിംഗ് ക്ലിക്ക് ആയിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ബൗളിങ് ഇപ്പോൾ പതിരാന ഇന്ന് എത്തുമെന്നൊരു ഉറപ്പില്ല. ഹർഷിത് റാണ റൂൾഡ് ഔട്ടാണ്, ആകാശ്ദീപ് റൂൾഡ് ഔട്ടാണ്. പകരമുള്ള ഈ ബൗളർമാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെസിംഗ് മുസറബാനി വന്നത് അവർക്ക് വലിയ അനുഗ്രഹമാകുമെന്ന് കരുതി. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3 ഓവറിൽ 34 റൺസ്, ടൂത്ത്ലെസ് ആയിരുന്നു, ഒരു ത്രെട്ടും ഉണ്ടാക്കിയിട്ടില്ല. വൈഭവറുടെ കാര്യം പറയണ്ട, റണ്ണ് നിർലോഭം ലീക്ക് ചെയ്യുകയായിരുന്നു. 4 ഓവറിൽ 52 റൺസാണ് വിട്ടുകൊടുത്തത്. വരുൺ ചക്രവർത്തി എവിടെയോ അദ്ദേഹത്തിൻ്റെ മാജിക്കൽ ടച്ച് ഇപ്പോൾ നഷ്ടമായിട്ടില്ലേ എന്ന തോന്നൽ നമുക്ക് വേൾഡ് കപ്പിൽ ഉണ്ടായതാണ്. അത് ആവർത്തിക്കുന്ന കാഴ്ച. 4 ഓവറിൽ 48 റൺസാണ് കൊടുത്തത്. കാർത്തിക് ത്യാഗി 4 ഓവറിൽ 43 റൺസാണ് കൊടുത്തത്. സുനിൽ നാരായണ് പഴയ മികവ് ഇപ്പോൾ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. മൊത്തത്തിൽ കൊൽക്കത്തക്ക് ആശങ്കയാണെങ്കിൽ മുംബൈ വലിയ ആവേശത്തിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.